സൂപ്പറാ. ഒത്തിരി ഇഷ്ടമായോ? ഇഞ്ചി, പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട്, കൊണ്ടാട്ടം വറുത്തയുണ്ട്, ഉണക്കമീനുണ്ട്, പിന്നെ ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. നമ്മൾ നാട്ടിൽ കൊല്ലത്താകുമ്പം ഇടയ്ക്കൊക്കെ വീഡിയോ ഇടുന്നത് 3-4 വീഡിയോ ഒക്കെ ഒരാഴ്ചയിൽ ഇടുമായിരുന്നു. ഇപ്പം അങ്ങനെ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. കാരണം വേറൊന്നുമല്ല, രാവിലെ അവർ ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോൾ ഞാനും മിക്കവാറും ഉള്ള ദിവസങ്ങളിലാണ് പോകും. ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതെന്ന് വേണ്ട, അവരെന്നെ വിളിച്ചുകൊണ്ട് പോകും. അപ്പം അങ്ങനെയൊക്കെ അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ അതാ കാര്യം. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നമ്മുടെ ഒരു ഫോളോവറാണ്. അപ്പം കൊണ്ടുവന്ന് തന്നപ്പോൾ അത് പഴുത്ത ചക്കയായിപ്പോയി. അപ്പോൾ അതിൻ്റെ കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചക്ക വേവിക്കാൻ ആശിച്ചിരുന്ന് കിട്ടിയതായിരുന്നു. അതങ്ങ് പഴുത്തത് കൊണ്ട് അതിൻ്റെ കുരുവൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചക്കക്കുരു ഇന്നൊരു കറിയാക്കാമെന്ന് എഴുതി, അതൊരു വീഡിയോ ചെയ്യാമെന്ന് എഴുതി, വെറുതെ കിടക്കട്ടെന്ന് എഴുതി. അപ്പോൾ അതാണ് കാര്യം. അപ്പം ഞാനിനി ആ ചക്കക്കുരുവൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ. തൊലിങ്ങനെ പിളർന്നെടുക്കുമ്പോൾ തൊലി പെട്ടെന്ന് വരുന്നുണ്ട്. നല്ല ചൂടുണ്ട് ഇവിടെ പേരക്കകത്ത്. ഈ സമയമൊക്കെ ആകുമ്പോൾ നല്ല വെയിലായതുകൊണ്ട് പിന്നെ കാരണം വിയർക്കുന്നു. ചെറിയ ഈ അധികം വിളഞ്ഞ ചക്കക്കുരുവല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിളർന്നെടുക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ തോലിഞ്ഞ് വരും. ഇത് നല്ലതുപോലെ ഒക്കെ ഞെവിടി കഴിയുമ്പം അതിൻ്റെ ഈ അകത്തിരിക്കുന്ന തൊലി കളയരുതെന്നാണ്, അതിനകത്താണ് ഗുണമെന്ന് ഒക്കെ പറയുന്നത്. പക്ഷെ ഞാനങ്ങനെ അധികം കളയാറില്ല കേട്ടോ. പൂപ്പല് ചെറിയ നനവുണ്ടായതുകൊണ്ട് പൊളിക്കാനൊരു കൈക്കൊരു തെറ്റൽ വരുന്നു. അപ്പോഴേ നമ്മൾ ചക്കക്കുരുവൊക്കെ നല്ലപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കഴുകി കുക്കറിലിട്ട് 2 വിസിലടിക്കാം. 2 വിസിലടിക്കുമ്പോഴത്തേക്ക് ചക്കക്കുരു നല്ലതുപോലെ വെന്ത് വരും. ഒന്ന് കഴുകിട്ട് രണ്ട് 3 വെള്ളത്തിലൊന്ന് കഴുകാൻ, അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകണം. പിന്നെ ഇത് കുക്കറിലോട്ട് അങ്ങിടാം. കുക്കറിൽ വെച്ചൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി വേവിക്കുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ചക്കക്കുരു വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് കുക്കറടച്ചെന്ന് തീ വറ്റിക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവൊക്കെ ഒന്ന് കുക്കറിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരു കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊന്ന് തിരിങ്ങി എടുക്കണം. ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് അരച്ചെടുക്കാം. ചക്കക്കുരു ഇട്ടൊന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഞാനൊന്ന് തിരിങ്ങിയെടുത്ത് ഇനി
ഇനി കൂടെ കുറച്ച് എന്താ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2-3 കഷ്ണം വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ജീരകം, പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്താൽ നമ്മൾ ചക്കക്കുരുവിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം ലേശം. എന്നിട്ട് 2 പച്ചമുളക് കൂടി ഇതിനകത്ത് അരച്ചെടുക്കാം. രണ്ട് പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ മാങ്ങായും മുരിങ്ങയ്ക്ക ഉണക്ക കൊഞ്ചിയത് 3 കൂടി ഒന്ന് വേവിക്കാൻ വെച്ചിരിക്കുക. അപ്പോൾ അത് 3 കൂടി ഒന്ന് വേവട്ടെ. ഞാൻ നമ്മുടെ അത് ഇടുന്നത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയ മാങ്ങ അരിഞ്ഞിട്ടേക്കുന്നത്. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി. ഇപ്പം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടെ ഒന്ന് കിടന്ന് വെന്ത് കറിവേപ്പിലയുടെ മണമൊക്കെ ഒന്ന് വരട്ടെ അതിൽ. അപ്പോൾ ഞാനിവിടെ നമുക്ക് അതിന് അരപ്പൊക്കെ ഒന്ന് അരച്ച് വെച്ചിരിക്കുക. ഇത് വെന്തതിന് ശേഷം മാങ്ങായും മുരിങ്ങയ്ക്കയും വെന്തതിന് ശേഷം നമുക്ക് അരപ്പൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോഴേ മാങ്ങായും മുരിങ്ങയ്ക്കയും ഒന്ന് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചക്കക്കുരുവും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചക്കക്കുരു വെന്തതൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ മുന്നേ ആയിട്ട് നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. ഈ ചക്കക്കുരു കൂടിയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരു ഒരുപാട് അങ്ങ് ഉടയണ്ട, നമുക്കത് കടിച്ച് കഴിക്കാനും കൂടി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചങ്ങനെ ഇടക്കട്ട്. നമുക്ക് കുറച്ച് കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ പാകത്തിനാണെങ്കിൽ അത് മതി. പിന്നെ ഇതിവിടെ ഇന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് നല്ലതുപോലെ നമ്മുടെ ചക്കക്കുരു കറി ഒന്ന് കുറുവും. അപ്പോഴേ ആ സമയത്ത് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ എന്നാൽ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ചക്കക്കുരു കറി നല്ലതുപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു കറി എന്തായതെന്ന് നോക്കാം. അപ്പോൾ കറി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് കടുക് താളിക്കണം. എന്നിട്ട് ഒന്ന് ഇറക്കി വയ്ക്കാം. നല്ലതുപോലെ ചക്കക്കുരു, മാങ്ങായും മുരിങ്ങയ്ക്ക, ഉണക്കക്കൊഞ്ച് എല്ലാം കൂടി ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഇറക്കി വെക്കാം. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് അവിയൽ പോലെ ആയിപ്പോവും. അപ്പോൾ ഇത്രയും വെള്ളത്തിൽ നമുക്ക് ഇറക്കി വെക്കാം. ഇല്ലേ പിന്നെ ഇതിൻ്റെ ചാറിരുന്ന് കുറുകും. അപ്പോൾ അത്രയും കുറുകി വേണ്ട. നമുക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ അതൊന്ന് കുറുകി കിട്ടും. ഇതൊക്കെ നമുക്കിനി കടുക് താളിക്കാം. കറി എവിടെ ഇരുന്ന് കുറുകിക്കോട്ടെ. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് താളിക്കാം. അപ്പോൾ ഇനി എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇടാം. 2-3 ചെറിയുള്ളി അരിഞ്ഞത്, ഉണക്കമുളക് എന്ന് പറഞ്ഞാൽ പച്ചമുളക് വാങ്ങിച്ച് വെച്ചിരുന്ന അത് ഉണങ്ങിയതാണ്. മറ്റേ ഉണക്കമുളക് ഇല്ലാഞ്ഞത് കൊണ്ട് ആ മുളക് ഞാനെടുത്തു.
പിന്നെ കടുക് വറുത്തത് താളിച്ച് ഒഴിക്കാം. പിന്നെ ഇതൊരു ഒന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേക്കാം. അടച്ച് വെച്ചെന്ന് പിന്നെ അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് ഇളക്കിയെടുക്കാം. കറി ഒന്ന് ഇളക്കി കോരട്ടെ, ചോറൊക്കെ കഴിക്കാം. അപ്പം ഇഞ്ചി, പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട്, കൊണ്ടാട്ടം വറുത്തയുണ്ട്, ഉണക്കമീനുണ്ട്, പിന്നെ നമ്മുടെ ചക്കക്കുരു കറി, ചക്കക്കുരു, മുരിങ്ങയ്ക്ക, ചെമ്മീൻ, മാങ്ങ, ഇത് 3 കൂടി ഇട്ട് കറി വെച്ചത്. അപ്പം ഞാനിതൊന്ന് കഴിക്കട്ടെ. തക്കാളി ഇടും. കറി വയ്ക്കാൻ അപ്പം ലിജിയാ കറി വെക്കാൻ പറഞ്ഞു തന്നത്. എന്ന് പറയണമെന്ന് പറഞ്ഞ്. ചക്കക്കുരു കറി എങ്ങനെയുണ്ട്? സൂപ്പറാ. ഒത്തിരി ഇഷ്ടമായോ? അപ്പം ഞാനിതെല്ലാം കൂട്ടി കഴിക്കട്ടെ. കറിയെല്ലാം കൂടെ ആയപ്പോൾ തോനെയായിപ്പോയി. ചക്കക്കുരു മാത്രം കഴിച്ചുകൊണ്ട് അപ്പം ഞങ്ങളിത് കഴിക്കട്ട്. ചക്കക്കുരു, മാങ്ങയും, മുരിങ്ങയ്ക്കും എല്ലാം ഇട്ട് കറി വെച്ചപ്പോൾ നല്ല രുചിയുണ്ട് അല്ലേ? അപ്പം ഇനി ഞങ്ങളിതൊന്ന് കഴിക്കട്ട്. അപ്പം അടുത്ത പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അമ്മയുടെ പുതിയ വീഡിയോ വരുന്നവരെ ബൈ.